അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ 2-3 ക്ലാസ് എടുക്കണം. 2-3 ക്ലാസ് എടുത്തിട്ട് മാത്സിൻ്റെ അടുത്ത് പറഞ്ഞു നീ കുറച്ച് ടെൻഷൻ കുറച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ടെസ്റ്റ് വന്നപ്പോൾ അതൊരു കുറച്ച് യോയോ ചേട്ടനായിരുന്നു. കുറച്ചൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ടെൻഷനൊന്നും വേണ്ട, നീ നിൻ്റെ വണ്ടി ഓടിക്കും. വണ്ടിയിൽ പുള്ളി കയറി എന്നിട്ട് പറഞ്ഞു നീ എപ്പോഴാണോ കംഫർട്ടബിൾ ആവുന്നത് അപ്പം നമ്മൾ വണ്ടി ഓടിച്ചാൽ മതി, നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ മിററെല്ലാം സെറ്റ് ചെയ്തു, എല്ലാം റെഡി ആയി. ഞാൻ പറഞ്ഞു ഓക്കെ ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പോയി ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് വന്നു ദാറ്റ് ഓക്കെ ഇതെന്നെ കൊണ്ട് പറ്റും. ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. നമ്മൾ ഫ്രണ്ട്സായിട്ട്, അതായത് നമ്മൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുമ്പോഴൊക്കെ പോണ ഒരു ഈസിനെസ് ഉണ്ടല്ലോ, അതുപോലെ ഞാൻ വണ്ടി ഓടിച്ച് വളരെ സ്മൂത്ത് പെർഫെക്റ്റ് മീൻസ് 100% ഒരു തെറ്റും ഞാൻ വരുത്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്കെന്നെ അറിയായിരുന്നു ഐ ആം ഡൂയിങ് എ ഗുഡ് ജോബ്. ഞാൻ വന്നു, വണ്ടി അതായത് തിരിച്ച് നമ്മൾ വന്നു. ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ നിന്നാണ് വണ്ടി നമ്മൾ ടെസ്റ്റ് തുടങ്ങാം. അവിടെ വന്നു വണ്ടി നിർത്തി. പുള്ളി എനിക്കൊരു പേപ്പർ ഒപ്പിട്ട് വന്നു, നിനക്ക് ലൈസൻസ്, നീ ഇനി പോയിട്ട് ഓഫീസിൽ പോയിട്ട്, അതായത് ഇത് ലൈസൻസിൻ്റെ ഓഫീസിൽ പോയിട്ട് വെച്ച്. ഞാനിങ്ങനെ തുള്ളിച്ചാടുവാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല ഞാൻ ലൈസൻസ് എടുക്കും എന്നുള്ളത്. ഞാൻ തുള്ളിച്ചാടി, ഞാൻ മാത്സിനെ പിടിച്ച് കെട്ടുപിടിക്കുന്നു, ഞാൻ അവനെ ഉമ്മയൊക്കെ പിടിച്ച്. ഇത് കണ്ടിട്ട് എൻ്റെ ആ എക്സാമിനർ എന്നിങ്ങനെ എന്താ പറയുക, ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയും. സന്തോഷമാണ്. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് ഞാൻ മാത്സിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ ഞാനത് ചെയ്യുമെന്നുള്ളത്. അതെൻ്റെ ഫസ്റ്റ് ചവിട്ടുപൊടിയായിരുന്നു. അതായത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്, അല്ലെങ്കിൽ എനിക്കുള്ള ട്രോമ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരിത്. അപ്പം ഞാൻ മനസ്സിലാക്കി നമ്മളെക്കൊണ്ട് പറ്റാത്തതൊന്നുമില്ല. എനിക്ക് എന്നെപ്പോലൊരു വ്യക്തിക്ക് നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ആർക്കും പറ്റും. അതാണ് എനിക്ക് പറയാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ലൈസൻസിന് മാത്രം 4500 euro ആണ് പേ ചെയ്തത്. പക്ഷേ ഞാനതിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ലാന്ന്. അന്നേരം എനിക്ക് പൈസയായിരുന്നില്ല ഇമ്പോർട്ടൻസ്. എൻ്റെ കയ്യിൽ മാസാവസാനമൊന്നും 10 പൈസ ഇല്ല, മീൻസ് 2 യൂറോയൊക്കെയാണ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവുക. പക്ഷേ എൻ്റെ ആഗ്രഹം ലൈസൻസ് എടുക്കണമെന്നായിരുന്നു. അത് ഞാൻ 6 മാസം കൊണ്ടെടുത്തു. ഇപ്പം ഞാൻ 10 കൊല്ലമായി വണ്ടി ഓടിക്കുന്നു. So all the best for every one of you who want to take license.